ഈ വാർത്താ ദിനത്തിലെ ഏറ്റവും പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. 7ാം ദിവസവും പ്രതീക്ഷകൾ അസ്തമിച്ച ഷിരൂരിലെ രക്ഷാദൗത്യം. കരയിൽ റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലങ്ങളിൽ വാഹനം കണ്ടെത്താൻ കഴിയാതിരുന്നതോടെയാണ് അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ വിഫലമായത്. ഇതോടെ ലോറി കരയിലില്ല എന്ന് സൈന്യം സ്ഥിരീകരിക്കുകയാണ്. നാളെ കൂടുതൽ ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് പുഴയിൽ തെരച്ചിൽ നടത്തും. സൈന്യം ഇന്ന് മടങ്ങും എന്ന നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ സൈന്യം അവിടെ തുടരും. ഷിരൂരിൽ ആ മേഖലയിൽ രക്ഷാദൗത്യത്തിൽ നിന്ന് സൈന്യം പിന്മാറില്ല എന്ന ഏറ്റവും പുതിയ വിവരം ഇപ്പോൾ വരുന്നുണ്ട്. സൈന്യത്തിൻ്റെ സേവനം ഈ മേഖലയിൽ ഉണ്ടാകും, സൈന്യം അവിടെ തുടരും എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും. ഷിരൂരിൽ നിന്ന് അരുൺ, നേരത്തെ അവിടെ നിന്ന് സേനാ വിഭാഗം മടങ്ങുമെന്ന് കാർവാർ MLA ആണ് നമ്മളോട് പറഞ്ഞത്. ഇപ്പോൾ സൈന്യം അവിടെ തുടരും എന്ന തീരുമാനം എത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിജയകുമാർ, തീർച്ചയായും നേരത്തെ കാർവാർ MLA ഈ ദൗത്യ മേഖല സന്ദർശിച്ച ശേഷം മടങ്ങുന്നതിനിടെയാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സൈന്യം ഇന്ന് തന്നെ അവരുടെ രക്ഷാപ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിച്ച് മടങ്ങും എന്ന് കാർവാർ MLA പറഞ്ഞിരുന്നു. എന്നാൽ നമുക്ക് ഇപ്പോൾ ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് സൈന്യം രക്ഷാപ്രവർത്തനത്തിൽ നാളെയും തുടരും എന്ന വിവരമാണ് നമുക്ക് ഒടുവിലായി ലഭിക്കുന്നത്. നിലവിൽ പുഴയിലെ തെരച്ചിലിൽ നേവിക്കൊപ്പം സൈന്യത്തിന്റെ സംഘവും ഉണ്ടാകും എന്നതാണ്. അതോടൊപ്പം തന്നെ വളരെ സുപ്രധാനമായിട്ടുള്ളൊരു വിവരം ലഭിക്കുന്നത് ഈ പുഴയുടെ 40 മീറ്റർ ചുറ്റളവിൽ നേവിയുടെ ഇന്നത്തെ പരിശോധനയിൽ ഒരു സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി നമുക്ക് ഒടുവിലായി ലഭിക്കുന്നുണ്ട്. അത് നമുക്ക് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്നാൽ അത്തരമുള്ള ഒരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പുഴയിലെ തെരച്ചിലിന് കൂടുതൽ അതിലൊരു സാധ്യതയുണ്ട് എന്നുകൂടി കണ്ടിട്ടാവണം സൈന്യത്തോട് തുടരാൻ വേണ്ടി നിലവിൽ ഇപ്പോൾ ഇത്തരമൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ടാവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നാളെ പുഴയിലുള്ള ഈ തെരച്ചിലിൽ സൈന്യത്തിന്റെ സംഘവും ഉണ്ടാകുമെന്ന് നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട്. ഔദ്യോഗികമായി തന്നെ അത് സ്ഥിരീകരിക്കുന്നുണ്ട് എന്നതാണ്. നേരത്തെ സൈന്യം മടങ്ങും എന്ന വിവരം പുറത്തു വന്നിരുന്നു. അത് വലിയ ആക്ഷേപങ്ങൾക്കും വഴിയൊരുക്കുന്നു. സൈന്യത്തിന്റെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊക്കെ അർജുന്റെ കുടുംബം ഉൾപ്പെടെ ചില വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. എന്നാൽ ഈ നിലവിൽ ഈ പ്രചരിച്ച വാർത്തകൾ ശരിയല്ല എന്ന രീതിയിലാണ് നിലവിൽ ഇപ്പോൾ അവരുടെ ഔദ്യോഗികമായി തന്നെ ഇത്തരം ഒരു വിവരം പുറത്തു വരുന്നത്. സൈന്യം നാളെയും ഷിരൂരിൽ തെരച്ചിലിൽ തുടരും. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇപ്പോൾ അരുൺ സൂചിപ്പിച്ച കാര്യം, സൈന്യം അവിടെ തുടരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടത് ഈ പുഴയുടെ ഏതാണ്ട് പകുതിയോളം വരുന്ന ഭാഗത്ത് നിന്ന് ഒരു സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. അവിടെ നാവികസേനയ്ക്ക് ഇനി പരിശോധന നടത്തണം. അപ്പോൾ നാളെ ഒരു പക്ഷേ ആ പരിശോധന ആയിരിക്കും ഇതിൽ നിർണായകമാകാൻ പോകുന്നത്, അല്ലെങ്കിൽ പ്രധാനമാകാൻ പോകുന്നത്. കരയിൽ കണ്ടതുപോലെ പുഴയിലും ചില സിഗ്നലുകൾ ലഭിക്കുന്നു. ഇതാദ്യമായാണ് പുഴയിൽ നിന്ന് സിഗ്നലുകൾ ലഭിച്ചു എന്ന വിവരം ഔദ്യോഗികമായി വരുന്നത്. അപ്പോൾ ആ തെരച്ചിലിന് വേണ്ട സാങ്കേതിക സൗകര്യങ്ങൾ നാവികസേനയുടെ പക്കലുണ്ട്. ഇപ്പോൾ ഈ മുങ്ങൽ വിദഗ്ധർക്ക് മുങ്ങി പരിശോധിക്കാൻ പറ്റുന്ന സ്ഥലമാകണമെന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അതിന് പറ്റുന്ന ഈ എക്യുപ്മെന്റ്സ് ഒക്കെ അവിടെ ഉണ്ടോ? അത് തന്നെയാണ് തീർച്ചയായിട്ടും. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് അല്പസമയം മുമ്പ് MLA-യോടും ആ കാര്യം ചോദിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ നാവികസേനയുടെ തെരച്ചിലിന് ആവശ്യമായ ഈ സംവിധാനങ്ങൾ, ഇത് നമുക്ക് വളരെ ദുഷ്കരമായിട്ടുള്ള ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമായിരിക്കും ഈ പുഴയിലെ തെരച്ചിൽ എന്ന് പറയുന്നത്. അത് കാരണം ഈ പകുതിയോളം ഈ വലിയ മൺകൂന ഈ പുഴയിലും ഇത്തരത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അവിടെ ഈ മുങ്ങൽ വിദഗ്ധർ എത്തിയാൽ പോലും തെരച്ചിലിന് എത്രത്തോളം പ്രായോഗികത ഉണ്ട് എന്ന് നമുക്ക് വളരെ പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാകും. അതിന് കൂടുതൽ സംവിധാനങ്ങൾ ആവശ്യമാണ്. നിലവിൽ ഇപ്പോൾ ഈ 40 മീറ്റർ ചുറ്റളവിൽ ഈ 40 മീറ്റർ ഇടയിൽ ഇത്തരം ഒരു സിഗ്നൽ ലഭിച്ചിട്ടുണ്ടെന്ന വിവരം കൂടി വരുമ്പോൾ കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള പരിശോധന തെരച്ചിൽ ആവശ്യമാണ്. അതിനാവശ്യമായ കൂടുതൽ എക്യുപ്മെന്റ്സ് എത്തിക്കുമെന്നതാണ് നമുക്ക് ഈ MLA ഉൾപ്പെടെയുള്ള നിലവിൽ ഇവിടുത്തെ സംവിധാനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കൂടുതൽ കർണാടകയിലെ ഷിരൂരിലെ രക്ഷാദൗത്യം സൈന്യം അവസാനിപ്പിച്ചിട്ടില്ല. സൈന്യം ദൗത്യമേഖലയിൽ തുടരും. പുഴയിൽ തെരച്ചിൽ നടത്തും എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. പുഴയുടെ ഏതാണ്ട് പകുതിയോളം വരുന്ന ഭാഗത്തു നിന്നൊരു സിഗ്നൽ ഇന്ന് വൈകുന്നേരം ലഭിച്ചിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ച് നാളെ നാവികസേനയുടെ തെരച്ചിലുണ്ടാകും. ഇന്ന് അവിടെ എത്തിയ സേനാ വിഭാഗങ്ങൾ അവിടെ ഒന്നും മടങ്ങുന്നില്ല. ഈ പരിശോധനയിൽ നാളെയും അവർ പങ്കെടുക്കുമെന്ന് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. നേരത്തെ കാർവാർ MLA ആണ് ഈ സേനാ വിഭാഗങ്ങൾ അവിടെ നിന്ന് മടങ്ങുമെന്ന് അറിയിച്ചത്. പക്ഷേ ആ വാർത്ത അവർ നിഷേധിക്കുകയാണ്. അവിടെ തുടരും സേനാ വിഭാഗങ്ങൾ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നമ്മൾ ഈ വാർത്തയുടെ മറ്റു ചില വിശദാംശങ്ങളിലേക്ക്
കൂടി പോകുന്നതിന് മുമ്പ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിവരം ഇടുക്കിയിൽ നിന്ന് വരുന്നുണ്ട്. ഇടുക്കി കുമളിയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു, ഒരാൾ മരിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകും ഇടുക്കിയിൽ നിന്ന്. ആ ദൃശ്യങ്ങൾ കാണാം. അത് തീ കാറിൽ പിടിക്കുകയും അതാളി കത്തുകയും ചെയ്യുന്നുണ്ട്. തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. രാഹുൽ, തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നു? പരിക്കേറ്റവരുടെയൊക്കെ നില എന്താണ്? വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, ഈ കാറിനുള്ളിൽ 2 പേരായിരുന്നു സഞ്ചരിച്ചിരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുൻപിൽ പോയൊരു ബൈക്കിനെ ഇടിച്ചതിന് ശേഷം കാറിന് തീ പിടിക്കുകയായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ തീ പിടിക്കാനുള്ള കാരണം എന്ന് വ്യക്തമായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഈ തീ പടർന്ന ഉടൻ തന്നെ നാട്ടുകാർ അങ്ങോട്ടേക്ക് കാറിന്റെ അടുത്തേക്ക് ചെല്ലുകയും കാറിന്റെ ചില്ല് പൊട്ടിക്കുകയും ചെയ്തു. ഉടൻ തന്നെ കാറിലുണ്ടായിരുന്ന ഒരാൾ പുറത്തേക്ക് ചാടുകയും ചെയ്തു. പക്ഷെ ആ പുറത്ത് കിടന്ന ദേഹത്ത് പുറത്ത് വീണെങ്കിലും അദ്ദേഹത്തിന്റെ ദേഹത്ത് തീ ആളി പടർന്നിരുന്നു. അങ്ങനെ ആ തീ പടർന്ന് അദ്ദേഹം ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഫയർഫോഴ്സ് സംഘം എത്തി തീ അണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമം ഊർജിതമായി തന്നെ തുടരുകയും ചെയ്യുന്നു. പൂർണ്ണമായിട്ടും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ തീ പിടിച്ചതിന് ശേഷം അത് ഒരു സ്ഫോടനം പോലെ നടന്നു. അത് കൂടുതൽ ആളിപ്പടർന്നു എന്നുള്ളതാണ് കണ്ടു നിന്നവർ പറഞ്ഞത്. കൂടുതൽ ഒന്നും അങ്ങോട്ടേക്ക് നാട്ടുകാർക്ക് ചെയ്യാൻ പറ്റാത്ത വിധത്തിലേക്ക് തീയുടെ ഒരു അളവ് വർദ്ധിച്ചു എന്നുള്ളതാണ് ഈ അപകടത്തിന്റെ തീവ്രത കൂട്ടാൻ അല്ലെങ്കിൽ ഒരു ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാറിൽ 2 പേരുണ്ടായിരുന്നില്ല, ഒരാൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കാറിന്റെ ഉടമ മാത്രമാണ് ഈ കാറിൽ സഞ്ചരിച്ചിരുന്നത് എന്നുള്ളതാണ് അറിയാനും കഴിഞ്ഞത്. വണ്ടിപ്പെരിയാർ രജിസ്ട്രേഷനിലുള്ള വാഹനമാണ് കത്തിയത്. KL 37B 1325 എന്ന കാറിനാണ് തീ പിടിച്ചത്. അത് ഓടിച്ചിരുന്നത് ആ വണ്ടിയുടെ ഉടമയായിട്ടുള്ള ആൾ തന്നെയാണ് എന്നും ഇപ്പോൾ വിവരം വരുന്നുണ്ട്. ബിനുമോൻ എന്നാണ് ഈ വാഹനത്തിന്റെ ഉടമയുടെ പേര്. അദ്ദേഹമായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് ഇപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. എന്തായാലും അദ്ദേഹം കാർ ഓടിച്ചിരുന്നയാൾ മരണപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ദൃശ്യങ്ങൾ ഇടുക്കി കുമളിയിൽ നിന്നുള്ളതാണ്. അവിടെ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. കാർ ഡ്രൈവ് ചെയ്തത് അദ്ദേഹം തന്നെയാണെന്നാണ് സൂചന. അദ്ദേഹം മരിച്ചു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. കാറിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല, ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2 പേരുണ്ടായിരുന്നുവെന്ന് നേരത്തെ സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത് ഉറപ്പിച്ചു, ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. രാഹുൽ, അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയോ അതിനു മുമ്പോ, അതോ ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണം സംഭവിച്ചോ? സ്ഥലത്ത് വെച്ച് തന്നെ മരണം സംഭവിച്ചിട്ടുണ്ട്. ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടില്ല. മൃതദേഹം കൊണ്ടുപോകുന്നതേ ഉള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരാൾ ഈ സ്ഥലത്ത് വീണ് അത് പൂർണ്ണമായിട്ടും കത്തിയ നിലയിലായിരുന്നു ഈ മൃതദേഹം ഉള്ളത് എന്നുള്ള കാര്യം കൂടി പറയേണ്ടതാണ്. അതായത് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് യാതൊരു വിധത്തിലും അതിനടുത്തേക്ക് ആളുകൾക്ക് ചെല്ലാൻ, സാധാരണ ആളുകൾക്ക് ചെല്ലാൻ കഴിയുന്നതല്ല. ചെറിയ രീതിയിലുള്ള വെള്ളം ഒഴിച്ചാൽ ആ തീ കെടുന്നതല്ല, വലിയ രീതിയിൽ ആളി കത്തുകയാണ്. ആ വണ്ടി പൂർണ്ണമായിട്ടും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായത്, ഒരു ബൈക്കിനിട്ട് ഇടിച്ചതിന് പിന്നാലെ അങ്ങനെ ഒരു തീപിടുത്തം എന്തുകൊണ്ടുണ്ടായി എന്ന കാര്യത്തിൽ പോലും വലിയ ഒരു അത്ഭുതപ്പെടുന്ന അല്ലെങ്കിൽ വലിയ സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഈ തീ വലിയ രീതിയിൽ വ്യാപിച്ചതോടുകൂടി ആളുകൾക്ക് അടുത്തേക്ക് ചെല്ലാൻ പറ്റാതെയാവുന്നു. ആദ്യം ഈ ഗ്ലാസ് പൊട്ടിച്ചപ്പോഴത്തേക്കും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആൾ പുറത്തേക്ക് ചാടിയെങ്കിലും അദ്ദേഹത്തിന്റെ ദേഹത്ത് തീ കാര്യമായി തന്നെ പിടിച്ചിരുന്നു. വസ്ത്രങ്ങളിലെല്ലാം കാര്യമായിട്ട് തീ പടർന്നു പിടിച്ചിരുന്നു. പിന്നാലെ ആളുകൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിലേക്ക് തീ പടർന്നതോടുകൂടി ആളുകൾ എല്ലാവരും മാറി. അതിന് പിന്നാലെ അവിടെ ഈ ആൾ പൂർണ്ണമായിട്ടും കത്തി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും മറ്റു കൂടുതൽ വിവരങ്ങൾ കൂടി ഇനി ലഭിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ വാഹനത്തിന് തീ പിടിച്ചത് എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമല്ല. അതിന് മുമ്പിൽ ചില വാഹനങ്ങളെ അത് തട്ടി എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമല്ല. ആ വണ്ടി ഓടിച്ചയാൾ അദ്ദേഹം അതിൻ്റെ ഉടമ തന്നെയാണ് എന്നാണ് സൂചന. അദ്ദേഹം സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എന്നാണ് ഞങ്ങളുടെ ഇടുക്കി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. വാഹനം ഏതാണ്ട് പൂർണ്ണമായും കത്തിയ ഒരു സ്ഫോടനം നടക്കുന്നത് സമാനമായ സാഹചര്യമായിരുന്നു. അവിടേക്ക് രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്താൻ ആ ഘട്ടത്തിൽ കഴിയുമായിരുന്നില്ല എന്നുകൂടി രാഹുൽ വിജയൻ റിപ്പോർട്ട് ചെയ്യുന്നു ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, തീ പൂർണ്ണമായും ഇപ്പോൾ അണച്ചു കഴിഞ്ഞിട്ടുണ്ടോ? ആ മേഖലയിൽ മറ്റു തരത്തിൽ എന്തെങ്കിലും അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയോ അങ്ങനെയൊന്നും അത്തരം സാധ്യതകളൊന്നും ഇല്ലല്ലോ, സാഹചര്യമൊന്നും ഇല്ലല്ലോ അല്ലേ? നിലവിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തീ വ്യാപിച്ചിട്ടില്ല. ഈ തീ പൂർണ്ണമായിട്ടും അണച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഫയർഫോഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. തീ
ഏറെക്കുറെ അടച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ കാറിനുള്ളിൽ മറ്റാരും ഇല്ല എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്കും പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഒരാൾ മാത്രമുണ്ട്, അല്ലെങ്കിൽ ഒരാൾ മാത്രമായിരുന്നു ഈ കാറിൽ ഉണ്ടായിരുന്നത് സ്ഥിരീകരിച്ചത്. ഈ തീ അടച്ചതിന് ശേഷമാണ് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കൂടുതൽ പ്രദേശത്തേക്ക് തീ വ്യാപിക്കാതിരുന്നത് തന്നെ വലിയൊരു അപകടത്തിന്റെ തീവ്രത. ശരി രാഹുൽ, എന്തായാലും കൂടുതൽ മേഖലയിലേക്ക് അത് തീ വ്യാപിച്ചിട്ടില്ല. പക്ഷേ ആ വാഹനത്തിൽ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അദ്ദേഹം പൊള്ളലേറ്റു മരിച്ചു എന്നാണ് ഏറ്റവും പുതിയ വിവരം. അത് ആ വാഹനത്തിന്റെ ഉടമ തന്നെയാകാം എന്നാണ് ഇതുവരെയുള്ള സൂചനകൾ. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ വീണ്ടും ഷിരൂരിലെ രക്ഷാപ്രവർത്തനത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണ്. മകനെ ജീവനോടെ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടെന്ന് ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ്റെ മാതാവ് ഷീല. ലോറി കരയിലില്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമം നടക്കുന്നതായി സംശയിക്കുന്നു. സൈന്യത്തിൻ്റെ തെരച്ചിൽ കാര്യക്ഷമമായില്ല. ജീവന് വിലയില്ലേ എന്നും അമ്മ വേദനയോടെ ചോദിക്കുന്നു. രാവിലെ 6 മണിയോടെ അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം തുടങ്ങാനായിരുന്നു ആർമി NDRF സംയുക്ത യോഗത്തിലെ തീരുമാനം. ഗംഗാവലി പുഴയ്ക്ക് മീതെ അപ്രതീക്ഷിതമായി പെയ്ത കനത്ത മഴയും കാറ്റും പദ്ധതിയുടെ താളം തെറ്റിച്ചു. 7:20ഓടെ NDRF സംഘം അപകടസ്ഥലത്തേക്ക്. രക്ഷാപ്രവർത്തനത്തിനിടെ ഇടവിട്ട് ശക്തമായ മഴ. മേജർ അഭിഷേകിന്റെ നേതൃത്വത്തിലുള്ള ആർമി സംഘം സംഭവസ്ഥലത്തേക്ക്. മണ്ണിനു മേലെയുള്ള വലിയ പാറകൾ നീക്കാൻ ഡ്രില്ലിംഗ് ആരംഭിച്ചു. റേഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ 8 മീറ്റർ താഴ്ചയിൽ ലോഹ സാന്നിധ്യം കണ്ടെത്തിയതോടെ പ്രതീക്ഷ. മണ്ണ് നീക്കൽ നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചപോലെ റഡാർ വരും എന്നാണ് കൊണ്ടുവരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അത് വന്ന ശേഷം ഇത് എവിടെയുണ്ടെന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും എന്നാണ് അവരുടെ അഭിപ്രായം. ഈ നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അർജുനെ കണ്ടെത്തുക എന്നതാണ്. അതിനുവേണ്ടി ഏതറ്റവും പോകാൻ തയ്യാറാണ്. ഉച്ചയോടെ കരയിലെ മൺകൂനയ്ക്കടിയിൽ ലോറി ഇല്ലെന്ന് സ്ഥിരീകരണം. നാവികസേനയുടെ കൂടുതൽ സംഘം ഗംഗാവലി പുഴയിലേക്ക്. 2 കിലോമീറ്ററോളം ദൂരം പഴുതടച്ച പരിശോധന. ഇതിനിടെ മണ്ണിനടിയിൽ അകപ്പെട്ട മറ്റൊരു ടാങ്കർ ലോറി പുഴയിൽ പൊങ്ങി. നദിക്കരയിലെ മണ്ണ് മൂടിയ വയൽ പ്രദേശത്ത് ലോഹ സാന്നിധ്യം കണ്ടെത്തിയതോടെ വീണ്ടും പ്രതീക്ഷ. രക്ഷാപ്രവർത്തനത്തിലേർപ്പെട്ട മലയാളി സംഘത്തെ കർണാടക പോലീസ് തടഞ്ഞു. രഞ്ജിത്ത് ഇസ്രയേലിന് പോലീസ് മർദ്ദനം. തുടർന്ന് മലയാളി സംഘത്തിലെ 25 പേർക്ക് തെരച്ചിലിന് അനുമതി നൽകി ഉത്തരകന്നഡ ജില്ലാ കളക്ടറുടെ ഉത്തരവ്. ലോറി കരയിലില്ലെന്ന് സൈന്യം സ്ഥിരീകരിച്ചു. പുഴയോരത്ത് മണ്ണ് നീക്കുന്നതിനിടെ രക്ഷാപ്രവർത്തന സംഘത്തെ പ്രതിരോധത്തിലാക്കി വീണ്ടും ശക്തമായ മഴ. അപകടം നടക്കുന്നതിന് മുൻപുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയെന്ന് ISRO അറിയിച്ചു. പുഴയിൽ തെരച്ചിൽ തുടരാനാണ് ദൗത്യസംഘത്തിന്റെ തീരുമാനം. ടീം 24 ഷിരൂർ. മകനെ ജീവനോടെ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്നാണ് കാണാതായ അർജുൻ്റെ മാതാവ് നേരത്തെ പ്രതികരിച്ചത്. ലോറി കരയിലില്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമം നടക്കുന്നുണ്ടോ എന്നും കുടുംബം സംശയിക്കുന്നുണ്ട്. ആ റിപ്പോർട്ടിലേക്ക്. സൈന്യം എത്തിയതോടെ 7-ാം ദിവസത്തെ തെരച്ചിലിനെ വലിയ പ്രതീക്ഷയോടെയാണ് അർജുന്റെ കുടുംബം കണ്ടിരുന്നത്. എന്നാൽ നേരം വൈകുമ്പോൾ ആ പ്രതീക്ഷയും നഷ്ടമായി. നെഞ്ചുപൊട്ടുന്ന വേദനയോടെ അർജുന്റെ അമ്മ ഷീല. എന്റെ മോനെ ഇനി ജീവനോടെ കിട്ടുന്നില്ല ഒരു പ്രതീക്ഷയില്ല. കാരണം ഞാൻ വൈകുന്നേരം അറിഞ്ഞ് വീഴാൻ ചാൻസ് ഉള്ളൊരു വലിയ കുഴി അവിടെ ഉണ്ടായിട്ട് ആ കുഴീൻ്റെ മേതെ തപ്പാതെ അവിടേക്ക് മണ്ണ് കൊണ്ടുപോയിട്ട് അവിടുത്തെ ഭരണത്തിനോട് അവിടുത്തെ പോലീസിനോട് ഒന്നും എനിക്ക് ഒരു വിശ്വാസവും വരുന്നില്ല. സൈന്യത്തിന് വേണ്ട നിർദ്ദേശം നൽകിയില്ലെന്നും ഒരു ഉപകരണവുമില്ലാതെ കൊണ്ടുവന്ന് കോമാളിയാക്കിയെന്നും ഷീല. ഒരു എക്യുപ്മെന്റും ഇല്ലാതെ ഒരു വന്നിട്ട് ഇന്നും ഇതിന് കാത്തുക. ഒരു മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഴിയിലോ മണ്ണിന്റെ അടിയിലോ പെട്ട ഒരു മനുഷ്യനെ രക്ഷിക്കാൻ പോലെ കയ്യിൽ തെളിവില്ല. കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്ന ഡിറ്റക്ടർ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് പോലെ. നിലവിലെ രക്ഷാദൗത്യത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടെങ്കിലും അർജുൻ തിരിച്ചുവരുമെന്ന് വിശ്വസിച്ച് കാത്തിരിക്കുകയാണ് കുടുംബം. 24 കോഴിക്കോട്. കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സമയത്തേത് എന്ന് കരുതുന്ന ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ജെന്നിസൺ എന്ന പ്രേക്ഷകൻ ചിത്രീകരിച്ചതാണിത്. വെതർ ആൻഡ് റഡാർ ഇന്ത്യ എന്ന യൂട്യൂബ് ചാനലിൽ നിന്നാണ് ദൃശ്യങ്ങൾ ലഭിച്ചത്.
വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഷിരൂരിലെ മലയോരത്തു നിന്ന് ഇനിയും മണ്ണു മാറ്റാനുണ്ടെന്ന് സന്നദ്ധ രക്ഷാപ്രവർത്തകൻ രഞ്ജിത്ത് ഇസ്രായേൽ പറഞ്ഞു. അടിയൊഴുക്ക് അതിശക്തമായതിനാൽ പുഴയിൽ നിന്നുള്ള മണ്ണു മാറ്റൽ ശ്രമകരമാകുമെന്നും രഞ്ജിത്ത് കൂട്ടിച്ചേർത്തു. കൗണ്ട് ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്താനാണ് കാരണം ഈ മൊബൈൽ ഫോൺ റിംഗ് അനുസരിച്ച് ലാൻഡിൽ തന്നെ ഉണ്ടെന്നാണ് നിഗമനം. കാരണം ഈ നമ്മൾ വാട്ടർ റെസ്ക്യൂ വേണ്ടെന്ന് വാട്ടർ ഇത് സെർച്ച് വേണമെന്ന് പറയുന്നില്ല. ഫസ്റ്റ് ഇൻസിഡന്റ് ഡേ തൊട്ട് ഈ പറയുന്ന ഇന്നലെ ടിൽ നൈറ്റ് വരെ ഇന്ത്യൻ നേവി സോണാർ ഉപയോഗിച്ചും ബാക്കി NDRF വാട്ടർ യൂണിറ്റും ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്നലെ സംശയം തോന്നിയ ഒരു ഇടയ്ക്ക് സംശയം തോന്നിയിരുന്നു. ആ സംശയം തോന്നിയ സമയത്ത് ഇടയ്ക്ക് NDRF സീ വാട്ടേഴ്സിൻ്റെ വാട്ടർ ഈ ബോട്ടിൽ പോയി ആ ഒരു മെറ്റൽ ഐഡൻറ്റിഫൈ മെറ്റൽ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവൾ അതല്ല അത് കാരണം ഒരു വുഡ് പാർട്ട് മാത്രമാണ്. ഭാരത് ബെൻസിൻ്റെ GPS ലൊക്കേഷൻ കിട്ടിയിട്ട് ഒരു സ്ഥലമുണ്ട്, അവിടെ ഹെവി ബോൾഡർ കിടപ്പുണ്ട്. അത് പൊട്ടിക്കാനുള്ള ശ്രമത്തിൽ അത് പൊട്ടിച്ചുകൊണ്ട് സെർച്ച് നടത്താനുള്ളത്. തെരച്ചിലിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് അരുൺ പാറക്കൽ ചേരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്നത് പുഴയിൽ ഏതാണ്ട് കരയിൽ നിന്ന് കുറച്ച് ദൂരം മാറി പുഴയിൽ ഒരു സിഗ്നൽ ലഭിച്ചു എന്നതാണ്. അവിടെ നാവികസേനയുടെ പരിശോധന നാളെ നടന്നേക്കും എന്നറിയുന്നു. അതിനു വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ രാവിലെ എത്തിക്കും എന്നാണ് ഇപ്പോൾ നേരത്തെ അവിടുത്തെ MLA അറിയിച്ചത്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? സേനാ വിഭാഗങ്ങൾ അവിടെ തുടരുന്നു എന്ന വിവരം കൂടി ഇപ്പോൾ സ്ഥിരീകരിച്ചു വരുന്നുണ്ടല്ലോ അല്ലേ? വിജയകുമാർ, അതുതന്നെയാണ്. സേന പിന്മാറുമെന്ന്, സേന ഇവിടുന്ന് കരയിലെ തെരച്ചിൽ അവസാനിപ്പിച്ച് പോകുമെന്ന് ഈ കാർവാർ MLA പറഞ്ഞിരുന്നു. പക്ഷേ സേന ഇവിടെ തുടരുമെന്ന് സേന വ്യക്തമാക്കി. പുഴയിൽ കൂടി തെരച്ചിലിന് സേന നാളെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. നാളെ അതിനുള്ള തയ്യാറെടുപ്പുകളുമായി ആ തെരച്ചിൽ ഈ നാവികസേനയ്ക്കൊപ്പം തന്നെ ഇന്ത്യൻ ആർമിയും ആ തെരച്ചിൽ പങ്കാളികളാവുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇന്ന് 2 ഘട്ടങ്ങളായാണ് പ്രധാനമായും ഈ തെരച്ചിൽ നടത്തിയത്. ഒന്ന്, ഈ കരയിലെ മണ്ണ്, അതായത് GPS ലൊക്കേഷൻ, റഡാർ ലൊക്കേഷൻ കണ്ടെത്തിയ ഈ കരയിലെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയായിരുന്നു. ആ ലൊക്കേഷൻ കണ്ടെത്തിയ ആ സ്ഥലങ്ങളിലൊന്നും തന്നെ ഈ വാഹനം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ആ സാധ്യതയുണ്ട് എന്ന് ഒരു നിഗമനമുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ കരയിലെ മണ്ണ് നീക്കിയത്. അവിടെ കാണാത്തതിന്റെ പശ്ചാത്തലത്തിൽ ഈ പുഴക്കരയോട് അടുത്തുള്ള, അതായത് ഈ പുഴ ഈ നാഷണൽ ഹൈവേ കഴിഞ്ഞ് ഈ പുഴയിലേക്ക് ഒരു വയലുണ്ട്. ആ വയലും കഴിഞ്ഞിട്ടാണ് ഈ പുഴ. അങ്ങനെ ഈ നദിക്കരയിലുള്ള ആ പ്രദേശം മുഴുവൻ ഇപ്പോൾ മണ്ണിട്ട് തൂർന്ന അവസ്ഥയിലാണ്. മണ്ണ് മൊത്തത്തിൽ അടിഞ്ഞു കൂടിയ ഒരു അവസ്ഥയിലാണ്. ആ മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള ശ്രമം ആരംഭിച്ചു. അവിടെയും ഇത്തരത്തിലുള്ള ഒരു അയൺ കണ്ടന്റ്, അതായത് ലോഹാവശിഷ്ടം പോലുള്ള ഒരു അയൺ കണ്ടന്റിന്റെ സാന്നിധ്യം കണ്ടെത്തി, റഡാർ ലൊക്കേഷനിൽ കണ്ടെത്തി. പക്ഷേ അതും ഈ ലോറിയുടെ അവശിഷ്ടമല്ല എന്നാണ്, അല്ലെങ്കിൽ ലോറിയുടെ സാന്നിധ്യം അവിടെ ഇല്ല എന്നാണ് ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സൈന്യം അക്കാര്യമൊക്കെ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ കരയിലും അതുപോലെ തന്നെ ഈ ഭാഗത്തും, അതായത് ഈ നദിയോട് ചേർന്നുള്ള ഭാഗത്തും ഈ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇനി മറ്റൊരു സാധ്യതയുള്ളത് ഈ പുഴയിലാണ്. ഞാൻ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പുഴയിലേക്ക് ഒരുപാട് മണ്ണ് വീണിട്ടുണ്ട്. ഏകദേശം 500 മീറ്ററിലധികം വീതിയുള്ള ഒരു പുഴയാണ്. വലിയ നദിയാണ് ഈ ഗംഗാവലി നദി. ആ നദിയുടെ പകുതിയോളം ഭാഗം മണ്ണ് തൂർന്ന, ആ മണ്ണ് ഇടിഞ്ഞ ഷിരൂരിലെ ആ ഭാഗത്ത് ഈ നദിയിലേക്ക് പകുതിയോളം ഭാഗത്ത് ഈ മണ്ണ് അങ്ങനെ തൂർന്ന നിലയിലാണ്, മണ്ണ് അടിഞ്ഞുകൂടിയ നിലയിലാണ്. ആ ഭാഗത്ത് ഈ മണ്ണിനടിയിൽ വാഹനമുണ്ടോ, ഏതെങ്കിലും വിധത്തിൽ ഈ വാഹനം നദിയിലേക്ക് പതിച്ചിട്ടുണ്ടെങ്കിൽ ആ മണ്ണ് അതിന് മുകളിൽ, ഈ വാഹനത്തിന് മുകളിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കണം. അതേ ഇന്ന് നാവികസേന വിവിധ സംഘങ്ങളായി ആ പരിശോധന ആരംഭിച്ചിരുന്നു. പക്ഷേ ഇന്നൊന്നും തന്നെ കൂടുതൽ യന്ത്രങ്ങൾ ഉപയോഗിച്ച് പരിശോധന നടത്തിയിട്ടും ഈ ഒരു ലോറിയുടെ സാന്നിധ്യം അവിടെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നാളെ സൈന്യവും കൂടി ആ തെരച്ചിലിൽ പങ്കാളികളാവുമെന്നാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം. കൂടുതൽ ആധുനികമായ സംവിധാനങ്ങൾ ഇന്ത്യൻ ആർമി ഇത്തരത്തിലുള്ള ദുരന്തമുഖത്തൊക്കെ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് അതൊക്കെ വിജയിച്ച ഒരു ടീമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് കൂടുതൽ ആധുനികമായ യന്ത്രങ്ങൾ ഇവിടെ എത്തിക്കും. അതിനുശേഷം ഈ പരിശോധന നേവിക്കൊപ്പം തന്നെ, നാവികസേനയ്ക്കൊപ്പം തന്നെ ഇന്ത്യൻ ആർമിയും ഈ പുഴയിലുള്ള പരിശോധനയിൽ പങ്കാളിയാവും. ഒപ്പം ഈ രക്ഷാപ്രവർത്തകർ, മലയാളിയായ കരയിലില്ല എന്ന ഒരു നിഗമനത്തിലേക്ക് ആർമി എത്തിയിരുന്നല്ലോ ഇന്ന് വൈകിട്ടോടുകൂടി. അത് ആ നിലപാടിൽ അവർ പിന്മാറിയിട്ടില്ല. അപ്പോൾ കരയിലില്ല, ഇനി വെള്ളത്തിലെ പരിശോധനയിലാണ് പ്രതീക്ഷ എന്നത് സൈന്യം സ്ഥിരീകരിക്കുന്നുണ്ടല്ലോ. ഈ റോഡിൻ്റെ ഇരുഭാഗത്തുമായി ഇനി മണ്ണുമാറ്റിയുള്ള പരിശോധന അതിൻ്റെ ആവശ്യമില്ല, അത് അപ്രസക്തമാണ് എന്നതൊരു കൺക്ലൂഷൻ ആയി തന്നെ സേനാ വിഭാഗങ്ങൾ പറയുന്നുണ്ടല്ലോ അല്ലേ?
ബിജുകുമാർ, സേന അക്കാര്യം ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇന്നത്തെ അവരുടെ ഒടുവിലത്തെ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത് ഈ കരയിൽ വാഹനത്തിന്റെ ഒരു സാന്നിധ്യം എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ലോഹത്തിന്റെ സാന്നിധ്യം കുറേ സ്ഥലങ്ങളിൽ ഇന്ന് 3 തവണയായി കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പാറയ്ക്കുള്ളിലുള്ള അയൺ സാന്നിധ്യമാണ് അതെന്നാണ് ഒടുവിലത്തെ ഒരു നിഗമനം, ഒടുവിലത്തെ ഒരു സ്ഥിരീകരണം. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കരയിൽ ഇനിയിപ്പോൾ ലോറിയുടെ സാന്നിധ്യമില്ല എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ സൈന്യം മുന്നോട്ട് പോകുന്നത്. ഇനി ഈ പുഴയിലേക്ക് വാഹനം പതിച്ചിട്ടുണ്ടോ, അതിന് മുകളിൽ ഈ മണ്ണ് അടിഞ്ഞുകൂടിയിട്ടുണ്ടോ എന്ന കാര്യമാണ് പ്രധാനമായും പരിശോധിക്കേണ്ടത്. ഈ വാഹനം ഇത്രയും ഭാരമുള്ളൊരു വാഹനം നദിയിലൂടെ ഒഴുകിപ്പോവാനുള്ള സാധ്യത അത് പൂർണ്ണമായും തള്ളിക്കളയുന്നുമില്ല. അതൊക്കെ ഇനി പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ന് നാവികസേന ഏകദേശം 2 കിലോമീറ്ററിലധികം ദൂരമാണ് ഈ നദിയിലൂടെ പരിശോധന നടത്തിയിരിക്കുന്നത്. അപ്പോഴൊന്നും ഈ ഒരു ലോറിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ വാഹനത്തിന്റെ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നാളെയും ഈ പരിശോധന തുടരും. ഒപ്പം സൈന്യവും ഈ പരിശോധനയിൽ പങ്കാളിയാവും. നദിയിലിറങ്ങിയുള്ള പരിശോധനയിൽ നാവികസേനയ്ക്കൊപ്പം തന്നെ ഇന്ത്യൻ ആർമിയും പങ്കെടുക്കും. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, മലയാളിയായ രഞ്ജിത്ത് ഇസ്രയേലൊക്കെ പറയുന്നത് പോലെ ഇനിയും കരയിലെ മണ്ണ് കുറച്ചുകൂടി നീക്കം ചെയ്യാനുണ്ട്. ആ ഒരു കർവ്, അതായത് ഈ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് ഒരു ഷേപ്പിലാണ് ഈ മല വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്ന ഭാഗമുള്ളത്. ആ കർവിൽ പൂർണ്ണമായും മണ്ണ് നീക്കം ചെയ്തിട്ടില്ല. അവിടെ ഈ പാറയൊക്കെ ഇനിയും കൂടിക്കിടക്കുന്നുണ്ട്. ഈ മണ്ണിന് മുകളിൽ വലിയ തോതിൽ കിടക്കുന്ന ഈ പാറക്കഷ്ണങ്ങൾ അതൊക്കെ അവിടെ നിന്ന് പൊട്ടിച്ചു നീക്കണം. തുടർന്ന് ആ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്യണം. പക്ഷേ ഏറെ ദുഷ്കരമായ പ്രവൃത്തിയാണ്, അപകട സാധ്യതയുള്ള പ്രവൃത്തിയാണ്. അങ്ങനെ മണ്ണ് നീക്കം ചെയ്യുന്ന സമയത്ത് ഈ മലയിൽ നിന്ന് വീണ്ടും മണ്ണിടിച്ചിലുണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എന്തായാലും ആ സാധ്യതയൊക്കെ അതൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും അത്തരത്തിൽ ഇനിയും കരയിൽ നിന്നുള്ള മണ്ണ് നീക്കം ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടത്തുക. നാളെ പ്രധാനമായും ഈ ഗംഗാവലി നദി കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലാണ് ഒരു മുൻതൂക്കം നൽകുന്നത്. വിജയകുമാർ, അതിന് ഒരു കാര്യം കൂടി, ഇന്നിപ്പോൾ അർജുൻ്റെ മാതാവ് പറയുകയായിരുന്നു, അവിടെ ഈ വാഹനം ഒരുപക്ഷെ അകപ്പെടാൻ സാധ്യതയുള്ള ഒരു ഭാഗമുണ്ടായിരുന്നു, ഒരു കുഴി എന്നാണ് അവർ അതിനെ വിശേഷിപ്പിച്ചത്. അവിടേക്ക് ഈ റോഡിൻ്റെ ഭാഗത്ത് നിന്ന് എടുത്ത മണ്ണ് കൊണ്ട് മറിച്ചു. അതുകൊണ്ട് അവിടെ ഒരു പരിശോധന പോലും നടത്താതെ അത് ആ സാധ്യത ഇല്ലാതാക്കി എന്ന്. അപ്പോൾ അതൊരു അശാസ്ത്രീയമായ രീതിയാണ് എന്നാണ് കുടുംബം, മാതാവ് സൂചിപ്പിച്ചത്. ഒരു പരിചയവുമില്ലാത്ത ആളുകൾ ചെയ്യുന്നത് പോലെ ആ രക്ഷാപ്രവർത്തനത്തിൽ അത്തരം വീഴ്ചകൾ ഉണ്ടായി എന്നാണ് ഒരു വിമർശനം. ആ വിമർശനത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? അങ്ങനെ ഈ എടുത്ത മണ്ണ് വീണ്ടും ഈ വാഹനം അകപ്പെടാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഡംപ് ചെയ്തിട്ടുണ്ടോ? വിജയകുമാർ, ഈ മംഗലാപുരം കർണാൽ ദേശീയപാത NH-66 കടന്നു പോകുന്ന പ്രദേശങ്ങളിൽ, അതായത് NH-66 ഈ ഗംഗാവാലി നദിയും തമ്മിൽ ബന്ധപ്പെട്ട് കടന്നു പോകുന്ന പ്രദേശങ്ങളിൽ ഈ ദേശീയപാത കഴിഞ്ഞ് ഒരു 2-3 വയലുകൾ പ്രദേശത്തുണ്ട്. അതായത് ഈ നദിക്കും ദേശീയപാതയ്ക്കും ഇടയിൽ 2-3 വയലുകളുടെ ചെറിയ വയലുകളുടെ ഒരു ഭാഗം അവിടെയൊക്കെ ഉണ്ട്. പല ഭാഗങ്ങളിലും അങ്ങനെയാണ് ഈ ദേശീയപാതയും അതുപോലെ തന്നെ ഈ നദിയും തമ്മിലുള്ള ബന്ധമുള്ളത്. അത് ഈ ദേശീയപാതയുടെ ഉയരത്തിൽ നിന്ന് ഏകദേശം വലിയ ലോറിയുടെ ഹൈറ്റിലാണ് ഈ വയലുകളൊക്കെ തന്നെ സ്ഥിതി ചെയ്യുന്നത്. അതിനും താഴെയാണ് ഈ നദിയുള്ളത്. അപ്പോൾ ഈ വാഹനം ഏതെങ്കിലും വിധത്തിൽ ഈ മണ്ണും പാറക്കെട്ടുകളും മലയിൽ നിന്ന് താഴേക്ക് പതിക്കുമ്പോൾ വാഹനം തെന്നിമാറി ഈ വയലിലേക്ക് പതിച്ചേക്കാമെന്നൊരു സാധ്യതയാണ് ഇപ്പോൾ ഈ കുടുംബമൊക്കെ പങ്കുവെക്കുന്നത്. നേരത്തെ തന്നെ രക്ഷാപ്രവർത്തകരിൽ പലരും അക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. മലയാളികളായ രക്ഷാപ്രവർത്തകരും അതുപോലെ തന്നെ ഈ അർജുൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഇവിടെ എത്തുന്ന സമയത്ത്, ലോറി ഉടമ മനാഫ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തുന്ന സമയത്ത് അക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. അവിടുത്തെ മണ്ണാണ് ആദ്യം നീക്കം ചെയ്യേണ്ടത്, അവിടെ നമുക്ക് കൃത്യമായി പരിശോധിക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കർണാടക സർക്കാരും കർണാടക പോലീസും ഈ രക്ഷാപ്രവർത്തകരുമൊന്നും അതിനെ ആ കാര്യം മുഖവിലക്കെടുത്തില്ല. ഈ കരയിലെ മണ്ണ് പൂർണ്ണമായും മാറ്റി, റോട്ടിലെ മണ്ണ് പൂർണ്ണമായും മാറ്റി. ഇപ്പോൾ ഈ റോട്ടിലോ കരയിലോ എവിടെയും ഈ വാഹനം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇനി പൂർണ്ണമായും ഈ നദിക്കരയിലെ മണ്ണ് നീക്കുമ്പോൾ, ഇപ്പോൾ ഇന്ന് ഭാഗികമായി മണ്ണൊക്കെ നീക്കിയിട്ടുണ്ട്, അവിടെ ഈ ലോഹത്തിന്റെ ലോഹത്തിന്റെ സാന്നിധ്യം കൃത്യമായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. 1-2 തവണ കണ്ടെത്തിയെങ്കിലും അവിടെ ഈ വാഹനത്തിന്റെ അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ വാഹനത്തിന്റെ സാന്നിധ്യങ്ങളോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയും പൂർണ്ണമായ തോതിലുള്ള ഒരു മണ്ണ് നീക്കൽ പ്രക്രിയ അവിടെ നടക്കേണ്ടത് അനിവാര്യമാണ്. അതിനൊപ്പം തന്നെ ഈ നദിയിലേക്ക് വീണ മണ്ണിന്റെ ഭാഗങ്ങൾ കൂടി പരിശോധിക്കണം, അതും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും നാളെ നടക്കുക അത്തരത്തിലുള്ള ഒരു നീക്കങ്ങളായിരിക്കും. അതിന് സൈന്യവും നാവികസേനയും സംയുക്തമായുള്ള തെരച്ചിലായിരിക്കും നടക്കുക. വിജയകുമാർ.
യെസ്, അരുൺ പാറക്കിലാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പുതിയ വിശദാംശങ്ങളാണ് അരുൺ പങ്കുവച്ചത്. നാളെ കര നാവികസേനകളുടെ സംയുക്ത തെരച്ചിൽ ആ മേഖലയിൽ ഉണ്ടാകും എന്ന വിവരം ഏറെക്കുറെ ഇപ്പോൾ ഉറപ്പിച്ചിട്ടുണ്ട്. ആർമി അവിടെ നിന്ന് മടങ്ങും എന്ന് നേരത്തെ ചില സൂചനകൾ, ചില വിവരങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത് നിഷേധിച്ചിട്ടുണ്ട്. അവരവിടെ തുടരും. രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായി നാളെയും അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകും എന്നിപ്പോൾ ഉറപ്പിച്ചിട്ടുണ്ട്. നാളെ പുഴയിൽ പരിശോധന ഉണ്ടാകും. ഗംഗാവലി നദിയുടെ ഏതാണ്ട് കരയിൽ നിന്ന് കുറച്ച് ദൂരെ മാറി ചില സിഗ്നലുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് സേന സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവിടെയുള്ള പരിശോധന നാളെ നടക്കും. അത് ഏതാണ്ട് ഒരു പ്രതീക്ഷാ നിർഭരമായിരിക്കും എന്ന് നമുക്ക് കരുതാം. എന്തെങ്കിലുമൊക്കെ പുതിയ സൂചനകൾ അവിടെ നിന്ന് ലഭിക്കും എന്ന് കരുതാം. അരുൺ പാറക്കിലാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. മലപ്പുറത്തെ നിപ പരിശോധനയിൽ ആശ്വാസം. മരിച്ച 14 വയസ്സുകാരൻ്റെ രക്ഷിതാക്കളുടേതുൾപ്പെടെ ഇന്ന് പരിശോധിച്ച 9 സാമ്പിളുകളുടെയും ഫലം നെഗറ്റീവാണ്. രോഗലക്ഷണമുള്ള 15 പേർ നിരീക്ഷണത്തിൽ തുടരുന്നു. 406 പേരാണ് സമ്പർക്ക പട്ടികയിൽ. ഹൈറിസ്ക് കാറ്റഗറിയിൽ 194 പേർ. ഇതിൽ 139 പേരും ആരോഗ്യ പ്രവർത്തകരാണ്. രോഗലക്ഷണമുള്ള തിരുവനന്തപുരം, പാലക്കാട് സ്വദേശികളുടെ പരിശോധനാ ഫലം നാളെ പുറത്തുവരും. നിലവിൽ രോഗലക്ഷണങ്ങളോടെ 15 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 2023 നിപ്പ സ്ഥിരീകരിച്ചപ്പോൾ വവ്വാലുകളിൽ കണ്ടെത്തിയ അതേ വൈറസ് ഇത്തവണത്തെ പരിശോധനയിലും കണ്ടെത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇന്ന് പരിശോധിച്ച 9 സാമ്പിളുകളും നെഗറ്റീവാണ്. IP അഡ്മിഷനിൽ 15 പേരാണ് ഉള്ളത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 12 പേരും, തിരുവനന്തപുരത്ത് 2 പേരും, കോഴിക്കോട് ഒരാളും. ആനക്കയം, പാണ്ടിക്കാട് പഞ്ചായത്തുകളിലെ 7239 വീടുകളിൽ സർവേ പൂർത്തിയായപ്പോൾ 439 പേർക്ക് പനി സ്ഥിരീകരിച്ചു. ഇതിൽ 4 പേർ കുട്ടിയുടെ സമ്പർക്കത്തിൽ ഉൾപ്പെട്ടവരാണ്. കേരളത്തിൽ നിപ്പ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ സംസ്ഥാന അതിർത്തിയിൽ തമിഴ്നാട് സർക്കാർ പരിശോധന കർശനമാക്കി. പാലക്കാട് വാളയാർ അതിർത്തിയിലാണ് പരിശോധന. ശരീര താപനില ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. 24 മലപ്പുറം. ഇക്കാര്യത്തിൽ തിരുവനന്തപുരത്തു നിന്ന് റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. നിപ സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്ന തിരുവനന്തപുരത്തെ 2 പേരുടെ പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവാണ് എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ 9 പേരുടെ ഫലം നെഗറ്റീവാണെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ 2 പേരുടെ. തിരുവനന്തപുരത്ത് കുറച്ച് ആശങ്കയുണ്ടായിരുന്ന കേസാണ്. അത് രണ്ടും നെഗറ്റീവാണ് എന്ന ആശ്വാസ വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. കേന്ദ്ര ബജറ്റ് നാളെ. ആഗോള രാഷ്ട്രീയ വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമായ അടിത്തറയിലാണെന്ന് ആവർത്തിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. 6.5 മുതൽ 7% വരെ വളർച്ചയുണ്ടാകുമെന്ന് പ്രവചിക്കുന്ന സാമ്പത്തിക സർവേ റിപ്പോർട്ട് ധനമന്ത്രി പാർലമെന്റിൽ അവതരിപ്പിച്ചു. 3ാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് നാളെ ധനമന്ത്രി അവതരിപ്പിക്കും. രാജ്യത്തിന്റെ സാമ്പത്തിക ആരോഗ്യത്തെക്കുറിച്ച് സൂചന നൽകുന്ന സാമ്പത്തിക സർവേയിൽ പറയുന്നതിലേറെയും ശുഭകാര്യങ്ങളാണ്. ഒപ്പം തന്നെ ചില വെല്ലുവിളികളും സർവേ ചൂണ്ടിക്കാട്ടുന്നു. ഭൗമ രാഷ്ട്രീയ മാറ്റങ്ങൾക്കപ്പുറം സമ്പദ്വ്യവസ്ഥ വളർന്നെന്ന് തന്നെയാണ് കണക്കുകൾ നിരത്തി സ്ഥാപിക്കുന്നത്. രാജ്യപുരോഗതിയിൽ മൂലധന വിപണി വലിയ പങ്കുവഹിക്കുന്നുണ്ടെന്ന് സർവേയിൽ പറയുന്നു. പ്രതിവർഷം 80 ലക്ഷം തൊഴിലുകൾ സൃഷ്ടിക്കേണ്ടതിന്റെ ആവശ്യകത മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഭൗമരാഷ്ട്രീയ അസ്ഥിരതകളും വിപണികളിലെ ചാഞ്ചാട്ടവും കാലാവസ്ഥാ വ്യതിയാനവും ഒക്കെ പരിഗണിച്ചുള്ള നയരൂപീകരണങ്ങൾ വേണമെന്നും വി അനന്തനാഗേശ്വരൻ വ്യക്തമാക്കി. വിദ്യാഭ്യാസ മേഖലയിൽ നൂതന പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതാകും ബജറ്റെന്ന് സർവേ സൂചന നൽകുന്നു. സമ്പത്ത് കുറച്ചുപേരിലേക്ക് ഒതുങ്ങുന്നതും AI അധിഷ്ഠിത തൊഴിൽ സംസ്കാരവും ശ്രദ്ധ വേണ്ട വിഷയങ്ങളാണെന്നും സർവേ പറയുന്നു. കോർപ്പറേറ്റ് മേഖലയിൽ നിയമനങ്ങളും വേതനവും വർദ്ധിപ്പിക്കണമെന്ന നിർദ്ദേശവും സർവേയിലുണ്ട്. 24 ഡൽഹി. ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. മലപ്പുറം ജില്ലയിൽ പലയിടങ്ങളിലും കൂറ്റൻ മരങ്ങൾ കടപുഴകി. നിരവധി വീടുകൾക്കും വാഹനങ്ങൾക്കും കേടുപാടുണ്ടായി. തൃശൂർ കാഞ്ഞാലിയിൽ മിന്നൽ ചുഴലി നാശം വിതച്ചു. ഉച്ചയ്ക്ക് ശേഷമാണ് മലപ്പുറം ജില്ലയിൽ ശക്തമായ കാറ്റോട് കൂടിയ മഴ ആരംഭിച്ചത്. ജില്ലയിൽ വ്യാപക നാശനഷ്ടങ്ങളും ഒരു മരണവും റിപ്പോർട്ട് ചെയ്തു. തിരുനാവായ സൗത്ത് വെല്ലാർ സ്വദേശി അഴക്കുറ്റിപ്പറമ്പിൽ കൃഷ്ണനാണ് മരിച്ചത്. കൃഷിപ്പണിക്കിടെ തെങ്ങ് ശരീരത്തിൽ വീണായിരുന്നു മരണം. തിരൂർ കൂട്ടായിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് നടുക്കടലിൽ അകപ്പെട്ടു. 50 പേർ ഉണ്ടായിരുന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. മീൻ കുരുങ്ങിയ വല കടലിൽ ഉപേക്ഷിച്ചാണ് മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെട്ടത്. കോട്ടക്കൽ പെരിന്തൽമണ്ണ റോട്ടിൽ വലിയ പറമ്പിൽ കൂറ്റൻ മരം കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു. തയ്യിൽ, കുഞ്ഞിൻ എന്നിവരുടെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. വീടിന്റെ അടുക്കള ഭാഗം പൂർണ്ണമായും തകർന്നു.
വീട്ടുകാർ ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് വൻ അപായം ഒഴിവായി. എടയൂർ പൂക്കാട്ടരി അധികാരപ്പടിയിൽ ഓടുന്ന സ്കൂട്ടറിന്റെ മേൽ പോസ്റ്റ് ഇടിഞ്ഞു വീണു. യാത്രക്കാരൻ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. മഞ്ചേരി മേലക്കം കാളികാവ് ഭഗവതി ക്ഷേത്രത്തിന് സമീപം തെങ്ങ് വീടിന് മുകളിൽ കടപുഴകി വീണു. ഗീതയുടെ വീട്ടിലേക്കാണ് തെങ്ങ് വീണത്. കരിപ്പൂർ വിമാനത്താവള പരിസരത്ത് 2 മരങ്ങൾ വാഹനങ്ങൾക്ക് മുകളിലേക്ക് വീണു. വാണിയമ്പലത്ത് നിർത്തിയിട്ട സ്കൂൾ ബസിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. കൊണ്ടോട്ടിയിൽ കെട്ടിടത്തിന്റെ മേൽക്കൂര താഴേക്ക് പതിച്ചു. തലനാരിഴയ്ക്ക് വാഹനയാത്രക്കാരൻ രക്ഷപ്പെട്ടു. ചങ്ങനംകുളം തച്ചുപറമ്പിൽ കൂറ്റൻമരം കടപുഴകി വൈദ്യുതി കമ്പിയിൽ വീണു. പരിയാപുരത്തും തിരൂർ അരിക്കാഞ്ചിറയിലും മരം കടപുഴകി വീണു. കാറ്റിൽ തിരൂർ പോളിടെക്നിക് കോളേജിലെ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണു. തൃശൂർ കാഞ്ഞാണിയിൽ മിന്നൽ ചുഴിയിൽ തെങ്ങിൻപട്ട വന്നിടിച്ച് യാത്രക്കാരുമായി പോയിരുന്ന ബസിന്റെ മുൻവശത്തെ ചില്ല് തകർന്നു. ഡ്രൈവർക്ക് കാലിലും കൈയിലും പരിക്കേറ്റു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കുന്നംകുളത്തും ഇരുമപ്പെട്ടിയിലും മിന്നൽ ചുഴിയിൽ വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തു. വയനാട് പുൽപ്പള്ളി ചീയമ്പം 73 കോളനിയിൽ മരം വീണ് വീട് തകർന്നു. കഴിഞ്ഞ ദിവസം പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് മരിച്ച സുധന്റെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീടിന്റെ അടുക്കളയുടെ മുകളിലേക്കാണ് വീണത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 മലപ്പുറം. EP ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച അടഞ്ഞ അധ്യായമല്ലെന്നും പാർട്ടി ചർച്ച ചെയ്യുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടിയിൽ തെറ്റുതിരുത്തൽ പ്രക്രിയ തുടരും. മാർഗരേഖ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. BDJSനെ ഉപയോഗിച്ച് SNDPയെ കാവ്യവത്കരിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന വിമർശനം MV ഗോവിന്ദൻ ആവർത്തിച്ചു. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിലൂന്നി മുന്നോട്ടു പോകാനാണ് CPM തിരുത്തൽ രേഖയിൽ മുൻഗണന. ക്ഷേമപ്രവർത്തനങ്ങൾക്ക് സർക്കാർ പ്രഥമ പരിഗണന നൽകും. എല്ലാം ചെയ്യാമെന്ന് കരുതിയാണ് സർക്കാർ ഇതുവരെ മുൻഗണന നിശ്ചയിക്കാതിരുന്നതെന്നും എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഉപരോധം ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും CPM സംസ്ഥാന സെക്രട്ടറി. പണവിഹിതം വെക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടൊന്നും അംഗീകരിക്കാതെ കേരളത്തിന് പണം തരാതിരിക്കുക എന്നുള്ള പ്രശ്നം വരുമ്പോഴല്ലേ ഇത് നമ്മൾ അംഗീകരിച്ചത്. വോട്ടു ചോർച്ചയിൽ SNDPക്കെതിരെയുള്ള വിമർശനം ഇന്നും CPM തുടർന്നു. ശ്രീനാരായണ ഗുരുവിന്റെ പ്രസ്ഥാനത്തെ കാവ്യവൽക്കരിക്കാൻ അനുവദിക്കില്ലെന്നും വിശ്വാസികളെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങളെ പ്രതിരോധിക്കുമെന്നും MV ഗോവിന്ദൻ. BDJSനെ ഒരു ഉപകരണമായി ഉപയോഗിച്ച് RSSന്റെ അജണ്ട SNDP മേഖലയിൽ കാവ്യവൽക്കരണം പൂർത്തിയാക്കാനാണ്. ഇതാണ് ഞങ്ങൾ ഉയർത്തിയ വിമർശനം. EP ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ച ചെയ്തുവെന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ. ഞങ്ങൾ ആ ചർച്ചയിലേക്കും പോയിട്ടില്ല. അടഞ്ഞ അധ്യായങ്ങൾ പിന്നെ ചർച്ച ചെയ്ത് പറയേണ്ട കാര്യമില്ല. എല്ലാം തിരുത്തിക്കൊണ്ടാണ് പോവുക. ആരൊക്കെ തിരുത്തേണ്ടിയുണ്ടോ തിരുത്തേണ്ടവരെല്ലാം തിരുത്തി മുമ്പോട്ടേക്ക് പോവുക. മാലിന്യ നീക്കം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ജനകീയ പിന്തുണയോടെ മുന്നിട്ടിറങ്ങാനും CPM തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റിയിൽ പാസാക്കിയ തിരുത്തൽ രേഖ ജില്ലാ ഘടകങ്ങളിലേക്ക് അയക്കും. 24 തിരുവനന്തപുരം. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. ഇനി കാണാം കൂരായണം. നമസ്കാരം.